കൊണ്ട് കണ്ടോ ഈ ഷഹന വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ, അവനെ ചേർത്ത് പിടിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞതുപോലെ എത്രയോ വർഷത്തെ പരിചയം അതുപോലെയാണ്. അവന്റെ ആ സൈഡ് പോസ് ഒക്കെ കാണുമ്പോൾ ഇത് അവൻ തന്നെയാണെന്ന്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഷഹല ഷെറിൻ, കോഴിക്കോട് ബാലശ്ശേരിക്കാരി. നിങ്ങളെല്ലാവരും ഈ ഒരു വിഷയം അറിഞ്ഞിരിക്കും. 2 ദിവസം കൊണ്ട് യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് തരംഗമാണ് ഈ പറയുന്ന ഷഹല ഷെറിൻ എന്ന് പറയുന്ന ഈ യുവതിയുടെ ഒളിച്ചോട്ടം. വെറും ഒളിച്ചോട്ടമല്ല, സ്വന്തം മകനെ, അതായത് 7 വയസ്സുള്ള മകനെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഒന്ന് കേസ് കൊടുത്തു. പോയത് ആരോടത്താണ്? അവിടെയുള്ള ഈ പറയുന്ന ഒരു മൊബൈൽ ഷോപ്പുകാരൻ, അവന്റെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. പോയിട്ട് ഈ പറയുന്ന ജൂൺ 16-ാം തീയതിയാണ് ഒളിച്ചോടിയത്. ഓക്കെ, അതായത് 2 കുടുംബങ്ങളെ തകർത്തുകൊണ്ടാണ് ഈ പറയുന്ന ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതി ഒളിച്ചോടിയിരിക്കുന്നത്. ഭർത്താവിന്റെ വോയിസ് നമ്മൾ കേട്ട് എനിക്ക് ഭാര്യയെ വേണ്ട, പണം വേണ്ട, അതായത് 15 പവനും കൂടി എടുത്തുകൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഭർത്താവ് എന്ത് ചെയ്തു? ഗൾഫിൽ നിന്നൊക്കെ അയച്ചു കൊടുത്ത പണം കൊണ്ട് ഇവിടെ കാമുകനുമായിട്ട് ചുറ്റക്കമായിരുന്നു എന്ന് സാരം. ഓക്കെ, കടിമൂത്ത് ഇറങ്ങിപ്പോയി നമുക്ക് പറയേണ്ടതായിട്ട് വരുമെന്നത്. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള, കാണാനൊക്കെ നല്ല ചന്തമുള്ള ഒരു, അതുകൊണ്ടാണല്ലോ ഇപ്പം ഇറങ്ങി ഓടിയത്. ഇപ്പൊ ഞാൻ വരാൻ കാരണം, ഇതുവരെ കേട്ടും പോലീസുകാർക്ക് ഇതിനൊരു തുമ്പ് കിട്ടിയിട്ടില്ല. ബാംഗ്ലൂരാണ്, അവിടെയാണ്, ഇവിടെയാണെന്ന് പറയുന്നതല്ലാതെ ഇവൾ എവിടെയാണ് പോയതെന്ന് അറിയാൻ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരൊരു മൊബൈൽ ഷോപ്പുകാരനാണല്ലോ. മൊബൈൽ ഷോപ്പുകാരനായതുകൊണ്ട് തന്നെ ഒരുപാട് ഫോണുകൾ അവന്റെ കയ്യിൽ കാണും. പലരും നന്നാക്കാൻ കൊടുത്തതോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോയതൊക്കെ കാണും. അത് വെച്ച് പല ഫോണിൽ നിന്ന് മാറി പൊക്കി കഴിഞ്ഞാൽ, മാറി സിം ഇട്ട് കഴിഞ്ഞാൽ ഇവരെ പൊക്കാൻ വളരെ പാടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വരാൻ കാരണം, ഒരു CCTV ദൃശ്യം ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഈ ഷഹലയും ഈ പറയുന്ന ആ ഒരു മൊബൈൽ കടക്കാരനും ഈ കൊച്ചു കുട്ടിയും അടങ്ങുന്ന ഒരു CCTV ആണ് എന്നുള്ളതാണ്. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളത്. സബ് ചെയ്ത് കൂടുതൽ ഹൈപ്പ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ, അതായത് ഞാനൊരു ഇപ്പോൾ കണ്ട ഒരു വീഡിയോ, അതായത് 1 മണിക്ക് ഇത് പോലീസുകാർക്ക് പോലും കിട്ടിയിട്ടില്ല എന്നാണ് ആ പുള്ളി അവകാശപ്പെടുന്നത്. ഞാനും ഇതുവരെ കേട്ട ആ ഒരു CCTV ദൃശ്യം കണ്ടിട്ടില്ല. ഈ CCTV ദൃശ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അവർ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു CCTV ദൃശ്യം ഞാൻ ഇവിടെ വെച്ച് തരാം. ഓക്കെ, ഇതാണ് ആ CCTV ദൃശ്യം. ഇതിനകത്ത് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 18/7 18/7 ദൃശ്യമാണ്. 16-നല്ലേ ഈ കുട്ടി പോയത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോണം. ഇത് ഏതോ ഈ പറയുന്ന ഏതോ ഒരു പിന്നെ മാർജിൻ ഫ്രീയോ ഏതോ ഒരു ഷോപ്പിലാണ്. ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ ആധികാരികത ഞാൻ എന്തായാലും ഉറപ്പ് പറയുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഇത് അവര് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ആ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ, ഈ ഷഹന വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ, അവനെ ചേർത്ത് പിടിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞതുപോലെ എത്രയോ വർഷത്തെ പരിചയം അതുപോലെയാണ്. അവന്റെ ആ സൈഡ് പോസ് ഒക്കെ കാണുമ്പോൾ ഇത് അവൻ തന്നെയാണെന്നാണ് എനിക്കൊരു 90% ഉറപ്പ്. ഇതിന് കൊച്ചുമുണ്ട് കേട്ടോ, കൊച്ചു ആ സൈഡിൽ നിൽപ്പുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവരെന്തോ ഈ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന എന്തോ സാധനങ്ങൾ വാങ്ങിയാണ്. കണ്ടോ, ഷഹന തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് എവിടെയാണ് എന്നുള്ളതും അറിയത്തില്ല കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഈ ഒരു CCTV ദൃശ്യം കിട്ടിയത് എന്നും അറിയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇതിന്റെ ആധികാരികത ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ആ കൊച്ച് സൈഡിൽ നിൽക്കുന്നുണ്ടോ, ആ കൊച്ചൊരു 7 വയസ്സ്, അവന്റെ ആ ഒരു ശരീരപ്രകൃതി, ഷഹ്ന തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ നോക്കുമ്പോൾ ആ ഒരു സൈഡ് വ്യൂ ഒക്കെ നോക്കുമ്പോൾ അവൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണം കേട്ടോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആ സൈഡ് വ്യൂ ഒക്കെ കാണുമ്പോൾ ഷഹന ഇതിലൊരു സ്ലിം ആയിട്ട് തോന്നുന്നു അല്ലേ? കണ്ട ആ ഷഹന ഇപ്പൊ നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ ഒരു സൈഡ് വ്യൂ കാണുമ്പോഴും അവന്റെ സൈഡ് വ്യൂ കാണുമ്പോഴും എനിക്കിത് അവര് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇത് അവര് തന്നെയാണ് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇതെങ്ങനെ ഒരു CCTV ദൃശ്യം വന്നിട്ടുണ്ട്. ഇത് ഒരാളുടെ ഇൻസ്റ്റാ പേജിലാണ് ഞാൻ കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഇത് വന്നത്. പോലീസിന് പോലും ഇത് കിട്ടിയിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം, ഇനി ആ പുള്ളി ഇട്ട വീഡിയോയും കൂടി ഞാൻ ഇവിടെ വെക്കാം. പുള്ളി എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നുകൂടി കേൾക്കണമല്ലോ. ആ പുള്ളി ഇട്ട വീഡിയോയും കൂടി ഞാൻ ഇവിടെ വെക്കാം, കേട്ടോ. ഇവളെ ഒളിച്ചോടി പോയതാണോ
അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് ഈ പുള്ളി കൃത്യമായിട്ട് പറയാണ്, പുള്ളിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ് എന്നാ പുള്ളി പറയുന്നത്. പുള്ളിക്ക് 100% ഉറപ്പാണ്. പുള്ളി അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് തെളിവില്ലാതെ ഇടുന്നതല്ല. ഇതിനകത്ത് ഇവരെന്തൊക്കെയാണ് വാങ്ങുന്നത്, കുട്ടിക്ക് ഐസ്ക്രീം ഉൾപ്പെടെ വാങ്ങുന്നു എന്നാണ് ഈ പുള്ളി പറയുന്നത്. പക്ഷെ നമുക്കും കണ്ടിട്ട് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള മറ്റാരുടെയെങ്കിലും വീഡിയോ ആയിട്ട് എനിക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ശരീരപ്രകൃതിയും ഒക്കെ ആ കൊച്ചു വരെ ഉൾപ്പെടെയുള്ളവരെ നിൽക്കുന്ന കാണുമ്പോൾ കൃത്യമായിട്ട് അവർ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ഇത് സ്ഥിരീകരിക്കാനുള്ളത് നമ്മുടെ ഭർത്താവോ അവരുടെ കുടുംബക്കാരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് സ്ഥിരീകരിക്കാൻ പറ്റും. ഞാൻ ഇതുവരെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് പുറത്തു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അത് അവിടെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ബാക്കി നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിനോ പോലീസിനോ പോലും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ്. അപ്പൊ ഈ പുള്ളി പറയുന്നത് എന്താണ്, ഹസ്ബൻഡിനോ പോലീസുകാർക്കോ പോലും കിട്ടിയിട്ടില്ലാത്ത CCTV ദൃശ്യങ്ങളാണ് ഇത്. പുള്ളി ഇത് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് ഇത് അവരുടെ CCTV ദൃശ്യങ്ങളാണ് എന്നുള്ളത്. എനിക്കും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് അവരുടെ തന്നെയാണെന്നാണ് എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുന്നത് എന്നുള്ളത്. അവിടെ അതിനകത്ത് വന്നിട്ട് എനിക്കിത് 16-ാം തീയതിയാണ് പോയത്, ഇത് 18 18 ഇത് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. 16-ാം തീയതി പോലും അതിൽ എഴുതിക്കുന്നത് 18. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 16-ാം തീയതി ഇവർ അവിടെ നിന്ന് ഒളിച്ചോടുക, അതായത് ഈ പറയുന്ന 15 പവനും എടുത്ത് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് 16-ാം തീയതി പോയെന്നാണ് വാർത്ത. അപ്പോൾ ഇതിപ്പോ കണ്ടിട്ട് കേരളത്തിലോ എവിടെയുള്ള ഒരു CCTV ദൃശ്യം പോലെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവർ ബാംഗ്ലൂരാണ് എന്നും പറയുന്നു. 18-ാം തീയതി ഇത്രയും തുറസായിട്ട് ഇറങ്ങി കടകളൊക്കെ ഇറങ്ങി വാങ്ങുമെന്നുള്ളതാണ്. പക്ഷെ അത് ബാക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതോ ആ പുള്ളിയെ കണ്ടിട്ട്, പ്രത്യേകിച്ച് ഷഹനയല്ല, ആ പുള്ളിയുടെ ആ ഒരു സൈഡ് ഫേസും ഒക്കെ കണ്ടിട്ട് ഈ പുള്ളി തന്നെയാണ്. അപ്പൊ ഒരു കൊച്ചും നിൽപ്പുണ്ട്. പക്ഷെ ഷഹന അവനെ കെട്ടിപ്പിടിക്കുന്നത് ആ ഒരു ഇന്റിമസി കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള ഭാര്യയും ഭർത്താവുമാണ്, വർഷങ്ങളായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞതുപോലുള്ള പ്രണയം അല്ലെങ്കിൽ വർഷങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥ സ്നേഹം എന്നുള്ളത്. ഇവിടെ ഭാര്യയും ഭർത്താവും അല്ല എന്ന് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭാര്യയും ഭർത്താവാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഇതുപോലെ കടകളിൽ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരായാലും നമുക്ക് അങ്ങനെയാണ്, നമ്മൾ ആ സ്നേഹമൊക്കെ വീട്ടിലായിരിക്കും. വെളിയിൽ വന്ന ആ ഒരു സ്നേഹപ്പെടുന്ന അങ്ങനെ ഭാര്യയും ഭർത്താവും കാണിക്കാറില്ല. പക്ഷെ ഈ കമിതാക്കൾ കാണിക്കുമെന്നുള്ളതാണ്, ഈ ലവേഴ്സ് ഒക്കെ കാണിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആ ഒരു നിൽപ്പും അവരുടെ ആ ഒരു പിടുത്തൊക്കെ കണ്ടിട്ട് അവർ തന്നെയല്ലേ എന്നാണ് എന്റെ ഡൗട്ട് എന്നുള്ളത്. ഇനി ഇങ്ങനെ പോകുന്നവര് കഷ്ടമാണ് കേട്ടോ. ഈ പറയുന്ന ഗൾഫിൽ നിന്ന് അവര് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി തരിക, അങ്ങനെ ആ പണം അടിച്ച് ദൂർത്തടിച്ച് കളയുക, ഇവിടെ മറ്റൊരു കാമുകൻ്റോടെ ചുറ്റി അടിക്കുക, അവന്റെ കൊടുത്ത് വേണ്ടാത്ത തലങ്ങളെല്ലാം ചെയ്യുക, കടി മുക്കാൻ പിന്നെ അവന്റെ കൊടുത്ത് പലയിടത്ത് പോവുക, ഭർത്താവ് വരും എന്നറിയുമ്പോൾ ഈ പണവും കാര്യങ്ങളും ഒന്നും എല്ലാം ഭർത്താവിൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ആ കിടന്ന വെയിലത്തിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അയച്ചു കൊടുക്കുന്ന പൈസ എല്ലാം കൊണ്ട് എടുത്ത് ഇവിടെ സുഖിച്ച് ഭാര്യമാർ സുഖിച്ച് മതി. അതിപ്പം ഈ പറയുന്ന മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, അതുപോലെ ഗൾഫുകാരുടെ അവസ്ഥ ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് ഈ പെണ്ണിന് 28 വയസ്സേ ആയിട്ടുള്ളൂ. 28 വയസ്സിനകത്ത് 7 വയസ്സുള്ള ഒരു മകൻ എന്ന് പറയുമ്പോൾ എത്രാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിച്ചത്? ഒരു 18-ാമത്തെ വയസ്സിൽ ഇവരെ കല്യാണം കഴിച്ചിട്ട് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അല്ലേ? അതുകൊണ്ടല്ല ഒരു 20-ാമത്തെ വയസ്സിൽ, അതാണ് ഈ പറയുന്ന മാരേജ്, നമ്മുടെ പെൺകുട്ടികളെ മാരേജ് കഴിയുമ്പോൾ ഒരു പക്വത വേണം. ഒരു 22-23 വയസ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിക്കാവുള്ളൂ. ഇത് കല്യാണം കഴിച്ച ഉടനെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി ഇവിടെ മൊബൈൽ ഷോപ്പിൽ നിൽക്കുന്നത് എന്തോ ഫോണിന് ശരിയാക്കാൻ വേണ്ടി വന്നായിരിക്കും. അവിടെ നിന്നുള്ള ചാറ്റ് കയറി പോന്ന് പിന്നെ കറക്കലായി പിന്നെ അവന് മുട്ടി ഇനിയിപ്പം പറ്റത്തില്ല, നീ എന്റെ ഭാര്യയായിട്ട് മതി എന്ന് തീരുമാനിച്ച് വിളിച്ചുകൊണ്ട് പോകണേ. അവനൊരു കുടുംബം വന്ന് 3 കുട്ടികളുണ്ട്. ആ കുടുംബം ശിഥിലമായി, നിന്റെ കുടുംബവും ശിഥിലമായി, ആ കുടുംബവും ശിഥിലമായി. ഇനി ഇവിടെ ചെന്ന് ഇവരുടെയൊക്കെ ഒരു അപ്പോഴത്തെ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ, ആ സ്നേഹവും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കൂടെ കിടക്കുമ്പോൾ ഈ പറയുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് തീരും. പിന്നീട് വീണ്ടും ഇവർ അടിച്ചു പിരിയുമെന്നുള്ളത് ഭർത്താവിന്റെ അടുത്ത് പറയും. ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ആ പെണ്ണിനെ ഇനി എനിക്ക് വേണ്ട, എനിക്ക് അവളെ കൊണ്ടുപോയ പണവും വേണ്ട, എനിക്ക് എന്റെ മകനെ കിട്ടിയാൽ മതി. അതെനിക്ക് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം ഇനി അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് നമ്മൾ ഇത് തന്നെ ചെയ്യും. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഭർത്താവ് നമ്മളെ ട്രിവാൻഡ്രത്ത് കിടന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അവസാനം അവൻ പോയി ഭാര്യയെ കഴുത്തറത്ത് കുറഞ്ഞിട്ട് പിന്നീട് അവൻ പോയി ആത്മഹത്യ ചെയ്തു. 2 കുട്ടികളൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സുരേഷോ അങ്ങനെ എന്തോ ആണ് അവന്റെ പേര്. അവിടെ സംഭവിച്ച ഇതാണ്. എന്താണ്, ഈ ഭാര്യ ഒരിക്കൽ ഒരുത്തൻ്റെ ഒളിച്ചോടി പോയി. ഇവൻ വീണ്ടും വിളിച്ചു കയറ്റി. 1-2 വട്ടം ഒളിച്ചോടി പോയതിനു ശേഷം വീണ്ടും വിളിച്ച് കയറ്റി. എന്നിട്ട് അവള് വീണ്ടും പോയി എന്നുള്ളതാണ്. അവസാനം എന്ത് ചെയ്യുക, ഭാര്യയെ കൊല്ലാനായിട്ട് വന്നു. ഇവൻ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ 2 പെൺകുട്ടികൾ ആ 2 പെണ്ണ ഒന്നുമാണ്, ആ കുട്ടികൾ അനാഥരായി എന്നുള്ളത്. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ വരും. ഒരിക്കൽ വൺസ് അതിൽ ചാടുന്നേ, അത് അങ്ങനെയാണ്. അപ്പം ചെയ്യാനുള്ളത് എന്താണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കിനി അവളെ വേണ്ട. ഇനി വീണ്ടും നിങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ സംഭവിക്കും. വീണ്ടും ഇതുപോലെ സമൂഹത്തിന് മുമ്പ് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും എന്നുള്ളൊരു സത്യമുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് ഭാര്യയും വേണ്ട, എനിക്ക് നീ കൊണ്ടുപോയി തൊലഞ്ച് തിന്നോ, നീ കൊണ്ടുപോയി സുഖിച്ചോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ 15 പവൻ നീ കൊണ്ട് മുടിപ്പിച്ചോ, എനിക്ക് എന്റെ മകനെ കിട്ടിയ വെറും 7 വയസ്സുള്ള എന്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതി. വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതിന്റെ കൂടെ. പക്ഷെ പോലീസിന് ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഭാര്യ മാത്രമായിട്ടല്ല പോയിക്കുന്നത്, പ്രായപൂർത്തിയാക്കാത്ത ഒരു പയ്യനും കൂടിയുണ്ട്. ഇവന്റെ സ്വഭാവം എന്തെന്നൊന്നും ഒരു പിടുത്തവുമില്ല, എവിടെയാണ് ഇവർ കൊണ്ടുപോയെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ളതായിരുന്നു. കണ്ടെത്താൻ പറ്റാത്തത് ഞാൻ മനസ്സിലാക്കുന്നത്, അവനൊരു മൊബൈൽ ഷോപ്പ് ഉടമയായതുകൊണ്ട് തന്നെ ഒരുപാട് ഫോണുകൾ അവൻ്റെ കയ്യിൽ കാണും. അതുകൊണ്ട് ഏത് ഫോണിൽ വേണം അവന് സിം മാറ്റിട്ട് ആ ഫോണിന്റെ പിന്നീട് ടെക്നിക്കൽ കാര്യവും ഒക്കെ അവനറിയാം. എങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മളെ പിന്നീട് കണ്ടെത്താൻ കഴിയും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ടെക്നീഷ്യൻ കൂടി ആയതുകൊണ്ട് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പോലീസുകാർ ഇപ്പം കിടന്ന് നട്ടം തിരിയുന്നത്, ഇവൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് എന്നുള്ളത്. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.